C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സത്യഭാമയുടെ വീട്ടിൽ വന്ന് ഇത്രയും കുറച്ചിട്ട് നീ അങ്ങനെ വെറുതെ പോയാലോ വസുമതി? എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞ നിന്റെ നാവിനി അനങ്ങില്ല. നിലാവട്ടം മാത്രമുള്ള നിന്റെ ഈ തലയിലേക്ക് ഒരു ബുള്ളറ്റ് സമ്മാനമായി തരുക ഞാൻ, ചൂടോടെ. വേണ്ട ഭാമേ, നീ എന്തായി കാണിക്കുന്നേ? ഇതൊന്നും കൊണ്ട് വസുമതി കുലുങ്ങില്ല സത്യഭാമേ. എനിക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നെങ്കിൽ ഈ പടിയിറങ്ങി പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ നീ കാഞ്ചു വലിച്ചാൽ നേരെ മുകളിലേക്ക്. രണ്ടായാലും വസുമതി മാനം കെട്ട് ജീവിക്കില്ല. രണ്ടിലേത് നടന്നാലും നീ തന്നെയാ മാനം കെട്ട് ജീവിക്കാൻ പോകുന്നത്. അത് തന്നെയാ ശേഷിച്ച കാലം നിനക്കുള്ള ശിക്ഷയും. ആന്റി പൊട്ടിക്കുന്നുമില്ലല്ലോ. അടുത്തേക്ക് വരരുതാരും. മാനം കെട്ട് ജീവിക്കില്ല സത്യഭാമ. മരണം കൊണ്ടായാലും ഞാൻ തന്നെ ജയിക്കും വസുമതി. നീ എനിക്ക് മുന്നിൽ തോൽക്ക ഈ നിമിഷം. ആന്റി വേണ്ട സത്യമേ. ഉരുകിക്കൊണ്ടിരിക്കുക ഞാൻ. എനിക്കിത് താങ്ങാനാവുന്നില്ല അച്ഛ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട പ്രീതി. പ്രീതിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് ഇതേ വഴിയുള്ളൂ. മോളെ, ചീത്തപ്പേര് സ്വയം വിളിച്ചു വരുത്തിക്കാൻ നീ, അതും എന്റെ മോക്ക് വേണ്ടി. ഇന്ന് സുസ്മിത പറഞ്ഞത് നാളെ നാട്ടുകാർ ഏറ്റു പറയും. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഞാനും അച്ഛന്റെ മോളല്ലേ. അങ്ങനെ ഉദ്ദേശിച്ചല്ല. അതിനേക്കാളൊക്കെ ഒരുപാട് ഉയരെയാ നിന്റെ സ്ഥാനം. പ്രായത്തിൽ എളുപ്പമാണെങ്കിലും നിന്നീന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ. ഇങ്ങനൊരു ത്യാഗം ചെയ്യാൻ നിന്നെ കൊണ്ടേ കഴിയുമോളെ. ഇതില് ത്യാഗത്തിന്റെ കാര്യങ്ങളൊന്നും ഇല്ല അച്ഛാ. ഓരോ സമയത്തും കടന്നു പോകേണ്ട വഴികൾ എന്തെന്ന് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാ. ഒരേ ഒരു സങ്കടേ ഉള്ളൂ. വിഷ്ണുവേട്ടനോട് സത്യം തുറന്നു പറയാൻ പറ്റിയില്ല എനിക്ക്. ചങ്ക് പറിച്ചെടുത്ത സ്നേഹം അഭാവത്തിന് എന്നോട്. സത്യം വിഷ്ണുവേട്ടനോട് പറഞ്ഞ എന്നെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോ വിഷ്ണുവേട്ടൻ അറിയാതെ പറഞ്ഞു പോവും ഞാൻ ഗർഭിണിയല്ലെന്ന്. സംശയത്തിന്റെ മുനുകളെല്ലാം പിന്നെ പ്രീതിക്ക് നേരെയാവും. ഒരു പരിശോധന സത്യാമ്മ ആവശ്യപ്പെട്ട ഒഴിഞ്ഞു മാറാൻ പറ്റുമോ പ്രീതിക്ക്? ഇപ്പോ 3 മാസത്തെ വളർച്ചയായിട്ടുള്ളൂ.
പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിന് അർജുനേട്ടൻ ഇവിടെ വന്ന് താമസിക്കുകയും പ്രീതിയുമായി ഒന്നിച്ച് കഴിയുകയും ചെയ്തെന്നറിഞ്ഞോ സത്യമ്മ പൊറുക്കില്ല. ആ കുഞ്ഞിനെ വേണ്ടെന്ന് സത്യമ്മ ഒരു തീരുമാനം എടുത്താലോ? ആ കുഞ്ഞിന് വേണ്ടിയാ, ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. 2 മാസം കൂടി കഴിഞ്ഞു ഒരു അബോർഷൻ നടക്കില്ല. അമ്മയുടെ സമ്മതത്തോടെ അല്ലാതെ അതിന് ശ്രമിച്ച അത് 2 ജീവനും ആപത്തുമാവും. പ്രീതിയുടെ ജീവനും ഭീഷണിയെന്ന് വന്ന സത്യം അതിന് മുതിരില്ല. ആ ഒരു സമയം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. 2 മാസത്തിന് ശേഷം ഞാൻ പറഞ്ഞോളാം, വിഷ്ണുവേട്ടനടക്കം എല്ലാവരോടും. അതുകൊണ്ട് 2 പേരും എനിക്ക് സത്യം ചെയ്തതാ, മറ്റാരും ഇതറിയില്ലെന്ന്. അച്ഛാ, പ്രീതി, ഇത് പ്രീതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയാ, പ്രീതിയുടെ ജീവന്റെ പാതിക്ക്. പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.